ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. പിറ്റേ ദിവസം വെള്ളി സെപ്റ്റംബർ 13, 1935 രാത്രി ഞാൻ മുറിയിലായിരിക്കുമ്പോൾ ദൈവക്രോധം നടപ്പിലാക്കുന്ന മാലാഖയെ ഞാൻ കണ്ടു. തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രശംസനീയമാം വിധം ശോഭയുള്ള മുഖത്തോടെയും മേഘാവൃതമായ കാലുകളോടെയും ഞാൻ അവനെ കണ്ടു. ആ മേഘത്തിൽ നിന്ന് ഇടിമുഴക്കവും മിന്നൽപ്പിണരും അവൻ്റെ കരങ്ങളിലേക്ക് ഉൽപ്പതിച്ചുകൊണ്ടിരിക്കുകയും അവിടെ നിന്ന് അത് പുറപ്പെട്ട് ഭൂമിയിൽ പതിക്കുകയും ചെയ്തിരുന്നു. ഭൂമിയെ, പ്രത്യേകിച്ച് ചില കാരണങ്ങളാൽ സ്ഥലപ്പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു പ്രത്യേക സ്ഥലത്തെ ഗ്രസിക്കാൻ പോകുന്ന ദൈവക്രോധത്തിൻ്റെ ഈ അടയാളം കണ്ടപ്പോൾ ഇത് കുറച്ചു സമയത്തേക്ക് അകറ്റി നിർത്തണമെന്നും ലോകം പ്രായശ്ചിത്തം ചെയ്യുമെന്നും മാലാഖയോട് ഞാൻ കേണപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവകോപത്തിനു മുമ്പിൽ എൻ്റെ യാചനയ്ക്കൊരു യോഗ്യതയുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തെ ദർശിച്ചു. അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രഭാവം എന്നെ ആഴമായി സ്പർശിച്ചു. എൻ്റെ യാചനകൾ ആവർത്തിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. ആ നിമിഷം തന്നെ ആത്മാവിൽ വസിക്കുന്ന ഈശോയുടെ കൃപയുടെ ശക്തി എൻ്റെ അന്തരംഗത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഈ കൃപയെക്കുറിച്ച് ബോധമുണ്ടായപ്പോൾ പെട്ടെന്ന് ദൈവസിംഹാസനത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ എടുക്കപ്പെട്ടു. ഓ, നമ്മുടെ കർത്താവും ദൈവവും എത്ര മഹത്വപൂർണനാണ്! അവിടുത്തെ പരിശുദ്ധി എത്ര അഗ്രാഹ്യം! ആ മഹത്വം വർണ്ണിക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല. എന്തെന്നാൽ അധികം താമസിയാതെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. എൻ്റെ അന്തരാത്മാവിൽ കേട്ട വാക്കുകളാൽ ഞാൻ ദൈവത്തോട് കേണപേക്ഷിച്ചു. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മാലാഖയുടെ നിസ്സഹായ അവസ്ഥ ഞാൻ കണ്ടു. പാപങ്ങൾക്കുള്ള നീതിപൂർവകമായ ശിക്ഷ നടപ്പാക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ ചെയ്തതുപോലെ അത്രമാത്രം ആന്തരിക ശക്തിയോടെ അതിനു മുമ്പ് ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തോട് ഞാൻ യാചിച്ചത് ഇപ്രകാരമായിരുന്നു: നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പിറ്റേ ദിവസം രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു: ഓരോ പ്രാവശ്യവും നീ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആത്മാവിൽ ഞാൻ ഇങ്ങനെ കേട്ടു: ഈ പ്രാർത്ഥന എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു. താഴെ പറയുന്ന രീതിയിൽ ജപമാല ഉപയോഗിച്ച് ഇത് 9 ദിവസം ചൊല്ലുക. ആദ്യമായി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലണം. പിന്നീട് സ്വർഗപിതാവിൻ്റെ സ്ഥാനത്ത് താഴെ പറയുന്ന ജപം ചൊല്ലുക: നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ സ്ഥാനത്ത് ഇപ്രകാരം ചൊല്ലുക: ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അവസാനം 3 പ്രാവശ്യം ഇപ്രകാരം ആവർത്തിക്കുക: പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ആത്മീയ യുദ്ധത്തിൽ നിശബ്ദത ഒരു വാളാണ്. വായാടിയായ ആത്മാവ് ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയില്ല. ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിശബ്ദതയുടെ വാൾ വേർപെടുത്തിക്കളയും. വാക്കുകൾ പെട്ടെന്ന് നമ്മെ സ്പർശിക്കുന്നതിനാൽ നമ്മൾ സംസാരിക്കുകയെന്നത് ദൈവേഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ നാം വേഗം പ്രതികരിക്കും. നിശബ്ദനായിരിക്കുന്ന ആത്മാവ് ശക്തമാണ്. അത് നിശബ്ദത പാലിക്കുന്നെങ്കിൽ ഒരു ശത്രുവും അതിനെ ഉപദ്രവിക്കില്ല. നിശബ്ദനായ ആത്മാവ് ദൈവവുമായി ഗാഢബന്ധം പ്രാപിക്കുന്നു. അത് എപ്പോഴും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. ദൈവം
നിശബ്ദയായ ആത്മാവിൽ ഒരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങല്ലാതെ മറ്റൊരു സ്നേഹവും എൻ്റെ ഹൃദയത്തിലില്ലെന്ന് അങ്ങ് അറിയുന്നു. അത് അങ്ങ് മാത്രം നന്നായി അറിയുന്നു. ഓ ഈശോയെ, എൻ്റെ പരിശുദ്ധമായ സ്നേഹം മുഴുവൻ നിത്യമായി അങ്ങിൽ ലയിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ തിരുരക്തം ഒഴുകുന്നത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ തിരുരക്തം വഴി അങ്ങയുടെ പരിശുദ്ധ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ അങ്ങിൽ വസിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ അങ്ങിൽ വസിക്കുന്നുവെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഓ അഗ്രാഹ്യനായ ദൈവമേ, സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം എന്ന പോലെ ഞാൻ അങ്ങിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. അങ്ങിലും എൻ്റെ ചുറ്റിലുമാണെന്ന് ഞാൻ അറിയുന്നു. എന്നെ വലയം ചെയ്തിരിക്കുന്ന എല്ലാറ്റിലും, എനിക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേ അറിയാനിടയായി. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള എല്ലാറ്റിലും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പര ധാരണയിലാണ്. ഒരു മനുഷ്യനും ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആർച്ച് ബിഷപ്പിനോടുള്ള എൽ ബ്രീഷ്കോവ്സ്കി. എൻ്റെ രണ്ടാമത്തെ കുമ്പസാരം. എൻ്റെ മകളെ, മനസ്സിലാക്കുക, ഇത് ദൈവ തിരുമനസ്സെങ്കിൽ ഉടനെ അല്ലെങ്കിൽ പിന്നീട് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവ തിരുമനസ്സ് നടപ്പാകണം. ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ സ്നേഹിക്കുക. സെപ്റ്റംബർ 29 മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലിൻ്റെ തിരുനാൾ. ദൈവവുമായി ഞാൻ ആന്തരികമായി സംയോജിക്കപ്പെട്ടു. അവിടുത്തെ സാന്നിധ്യം എൻ്റെ ഹൃദയാന്തർഭാഗത്തേക്ക് ചൂഴ്ന്നിറങ്ങുകയും എന്നെ സമാധാനം, ആനന്ദം, വിസ്മയം എന്നിവയാൽ നിറയ്ക്കുകയും ചെയ്തു. അപ്രകാരമുള്ള പ്രാർത്ഥനാ സമയത്തിനു ശേഷം ഞാൻ ശക്തി കൊണ്ടും സഹിക്കാനും കഠിന പ്രയത്നം ചെയ്യാനുമുള്ള അസാധാരണമായ ധൈര്യം കൊണ്ടും നിറയുന്നു. ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിലും ഒന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. എല്ലാ പ്രതികൂലങ്ങളും ഉപരിതലത്തെ മാത്രം സ്പർശിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് ഒന്നിനും പ്രവേശനമില്ല. കാരണം എന്നിൽ നിറയുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം അവിടെ വസിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ശത്രുവിൻ്റെ എല്ലാ കെണികളും തകർക്കപ്പെടുന്നു. ഈ ഐക്യത്തിൻ്റെ സമയങ്ങളിൽ ദൈവം തൻ്റെ ശക്തിയാൽ എന്നെ പോഷിപ്പിക്കുന്നു. അവിടുത്തെ ശക്തി എന്നിലേക്ക് കടന്നുവന്ന് അവിടുത്തെ സ്നേഹിക്കാൻ എന്നെ പ്രാപ്തയാക്കുന്നു. ഈ അവസ്ഥ ഒരാത്മാവിന് സ്വന്തം പ്രയത്നത്താൽ ആർജിച്ചെടുക്കാൻ സാധ്യമല്ല. ആന്തരികമായ ഈ കൃപയുടെ ആരംഭത്തിൽ ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു. ഞാൻ ആ ഭയത്തിന് കീഴ്പ്പെടാൻ ആരംഭിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് ഇത് എത്രമാത്രം കർത്താവിനെ അതൃപ്തിപ്പെടുത്തുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ അവിടുന്ന് തന്നെയാണ് എൻ്റെ ഭയങ്ങളെ ശാന്തമാക്കുന്നത്. സഭയുടെ എല്ലാ തിരുനാളുകളിലും തന്നെ ദൈവത്തെക്കുറിച്ചും ഒരു പ്രത്യേക കൃപയെക്കുറിച്ചും ആഴമേറിയ ജ്ഞാനം എനിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഓരോ തിരുനാളിനും ഞാൻ ഒരുങ്ങുകയും സഭയുടെ അരൂപിയോട് ഗാഢമായി ഐക്യപ്പെടുകയും ചെയ്തിരുന്നു. സഭയുടെ വിശ്വസ്തയായ ഒരു കുഞ്ഞായിരിക്കുക എത്ര ആനന്ദപ്രദമാണ്! ഓ, ഞാൻ എത്രമാത്രം തിരുസഭയെയും അതിലെ അംഗങ്ങളെയും സ്നേഹിക്കുന്നു. അവയുടെ ശിരസ്സായ ഈശോയുടെ ജീവനുള്ള അവയവങ്ങളായി ഞാൻ അവരെ കാണുന്നു. സ്നേഹിക്കുന്നവരോടൊത്ത് ഞാൻ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നു. സഹിക്കുന്നവരോടൊത്ത് ഞാനും സഹിക്കുന്നു. മന്ദോഷ്ണരും നന്ദിഹീനരുമായവരെ കാണുമ്പോൾ ഞാൻ ദുഃഖത്താൽ ക്ഷയിച്ചു പോകുന്നു. അവിടുത്തെ സ്നേഹിക്കാത്തവരും കൃതജ്ഞരുമായവരുടെ നന്ദിഹീനതയ്ക്ക് പരിഹാരമായി ഞാൻ ദൈവത്തെ കൂടുതൽ തീഷ്ണതയോടെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, തിരുസഭയിൽ എൻ്റെ ദൗത്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. ലോകത്തിനു വേണ്ടി കരുണ യാചിക്കുന്നത് എൻ്റെ നിരന്തരമായ ഉദ്യമമാണ്. ഈശോയുമായി ഗാഢമായി ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തിനു വേണ്ടി ഒരു പരിഹാര ബലിയായി അവിടുത്തെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. അവിടുത്തെ പുത്രൻ്റെ സ്വരത്തോട് ചേർന്ന് പിതാവിനോട് കേണപേക്ഷിക്കുന്ന ഒരു കാര്യവും നിരസിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. എൻ്റെ ബലിക്ക് അതിൽ തന്നെ ഒരു യോഗ്യതയുമില്ല. എന്നാൽ ഈശോ മിശിഹായുടെ ബലിയോട് ചേർത്ത് ഞാൻ അതർപ്പിക്കുമ്പോൾ അത് സർവശക്തിയുള്ളതും ദൈവകോപം ശമിപ്പിക്കുവാൻ പര്യാപ്തവുമാണ്. തൻ്റെ പുത്രനിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു.
ദൈവപുത്രൻ്റെ അതിദാരുണമായ പീഡാസഹനം ദൈവകോപത്തെ നിരന്തരം അകറ്റി നിർത്തുന്നു. ഓ ദൈവമേ, ആത്മാക്കൾ അങ്ങേ അറിയാനും അളവറ്റ സ്നേഹത്താലാണ് അങ്ങ് അവരെ സൃഷ്ടിച്ചതെന്ന് അവർ മനസ്സിലാക്കാനും ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ സൃഷ്ടാവും കർത്താവുമായവനെ, അങ്ങയുടെ നന്മയെ ലോകം സംശയിക്കാതിരിക്കാൻ സ്വർഗത്തിൻ്റെ മറ മാറ്റണമെന്ന് ഞാൻ ആശിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പിതാവിൻ്റെ മുമ്പിൽ നിർമ്മലവും പ്രീതികരവുമായ ഒരു ബലിയായി എന്നെ രൂപപ്പെടുത്തണമേ. ഈശോയെ, ദുർഭഗയും പാപിയുമായ എന്നെ അങ്ങയിലേക്ക് രൂപാന്തരപ്പെടുത്തി. അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. അവിടുത്തെ നിത്യനായി പിതാവിന് സമർപ്പിക്കണമേ. ജനത്തിന് മുമ്പിൽ വെറും ഒരു സാധാരണ ഓസ്തിയായും അങ്ങേ മുമ്പിൽ ഒരു ബലി വസ്തുവുമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹോമബലിയുടെ പരിമളം അങ്ങ് മാത്രം ആസ്വദിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. ഓ നിത്യനായ ദൈവമേ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയുടെ ഒടുങ്ങാത്ത അഗ്നി എന്നിൽ ജ്വലിക്കുകയാണ്. ഇവിടെയും നിത്യതയിലും ഇതെൻ്റെ ദൗത്യമാണെന്ന് ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ വലിയ കരുണയെപ്പറ്റിയും അങ്ങേ നന്മയെപ്പറ്റിയും സംസാരിക്കാൻ അങ്ങ് തന്നെ എന്നോട് ആവശ്യപ്പെടുന്നു. ഒരു പ്രത്യേക അവസരത്തിൽ ഉദ്ദേശശുദ്ധിയില്ലാത്ത ഒരു പ്രവൃത്തി അതെത്രമാത്രം പ്രശംസനീയമാണെങ്കിലും ദൈവത്തെ അത് അതൃപ്തനാക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രതിഫലത്തേക്കാൾ ഉപരി അത് ശിക്ഷയ്ക്ക് ദൈവത്തെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ വിരളമായിരിക്കട്ടെ. തീർച്ചയായും സന്യാസ ജീവിതത്തിൽ അവ ഒട്ടും തന്നെ ഉണ്ടാകരുത്. സന്തോഷവും സഹനവും മഹത്വവും അവഹേളനവും ഒരേ മനോഭാവത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. രണ്ടും കടന്നു പോകുമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് ഞാൻ എന്തിന് പരിഗണിക്കണം? എന്നെ സംബന്ധിക്കുന്നതെല്ലാം ഞാൻ പണ്ടേ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. ഓ നല്ല ഈശോയെ, എൻ്റെ ഗുരുനാഥ, എൻ്റെ പേര് അപ്പം അല്ലെങ്കിൽ ബലി എന്നാണ്. വാക്കിലല്ല, പ്രത്യുത ക്രൂശിതനായ അങ്ങയെപ്പോലെ സ്വയം ശൂന്യവൽക്കരിക്കുന്ന പ്രവൃത്തിയിൽ. ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ദിവ്യകാരുണ്യത്തിൽ അങ്ങ് എന്നിൽ വന്ന് എൻ്റെ ഹൃദയത്തിലെ ചെറിയ സ്വർഗത്തിൽ വസിക്കാൻ തീരുമാനിച്ചായല്ലോ. ഒരു നിമിഷം പോലും അങ്ങയെ തനിച്ചാക്കാതെ ദിവസം മുഴുവൻ അങ്ങയോടൊത്തായിരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഞാൻ കുട്ടികളുടെ കൂടെയോ മറ്റാളുകളുടെ കൂടെയോ ആയിരുന്നാലും എൻ്റെ ഹൃദയം എപ്പോഴും അങ്ങുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഉണരുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ ഞാൻ അങ്ങയിൽ ലയിക്കുന്നു. ഉണരുമ്പോൾ ഒരു നിമിഷത്തേക്ക് പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ച് ഒരു ദിവസം കൂടി എനിക്ക് നൽകാൻ തിരുമനസ്സായതിന് നന്ദി പറയുന്നു. അവിടുത്തെ തിരുക്കുമാരൻ്റെ മനുഷ്യാവതാര രഹസ്യം എന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാനും അവിടുത്തെ ദാരുണമായ പീഡാസഹനം എൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈശോയ്ക്ക് എന്നിലൂടെ മറ്റാത്മാക്കളിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. എല്ലാ സ്ഥലത്തും ഈശോയോടൊത്ത് ഞാൻ പോകുന്നു. എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യം എന്നെ അനുഗമിക്കുന്നു. ആത്മീയവും ശാരീരികവുമായ സഹനങ്ങളിൽ ഞാൻ നിശബ്ദത പാലിക്കുന്നു. എന്തെന്നാൽ അപ്പോൾ ഈശോയുടെ പീഡാസഹനത്തിൽ നിന്നൊഴുകുന്ന ശക്തിയാൽ എൻ്റെ ആത്മാവ് പുഷ്ടിപ്പെടുന്നു. നിന്ദിക്കപ്പെട്ട, വിരൂപമാക്കപ്പെട്ട അവിടുത്തെ ദുഃഖപൂർണമായ മുഖവും നമ്മുടെ പാപങ്ങളാൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ പാപങ്ങളാൽ കുത്തിപ്പിളർക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയവും എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്.